ഹായ് ഓൾ, ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലോക്ക് ആൻഡ് കലണ്ടർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 minute ടൈം. ഓക്കെ, നോക്കാം. എ ക്ലോക്ക് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ലോസസ് 4 minutes ഈച്ച് ഡേ. അപ്പോൾ ഓരോ ദിവസവും ഒരു ക്ലോക്ക് എന്ത് ചെയ്യാണ്, 4 minute ലോസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഒരു റിയൽ ക്ലോക്കിൽ ഒരു ദിവസം ഏകദേശം 24 hours കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നിടുമ്പോൾ ആ ഒരു റോങ് ക്ലോക്കിൽ ഏകദേശം 23 hours അതുപോലെ തന്നെ 56 minutes മാത്രമേ കടന്നു പോകുള്ളൂ. അവിടെ എന്ത് ചെയ്യാണ്, 4 minute ലോസ് ചെയ്യാണ്. ദി ക്ലോക്ക് ഈസ് സെറ്റ് റൈറ്റ് ഓൺ February 25th. അപ്പോൾ ഫെബ്രുവരി 25 ആ ക്ലോക്ക് എന്ത് ചെയ്യാണ്, കറക്റ്റ് ടൈം ആക്കിയിട്ട് വെക്കുകയാണ്. 2008 at 2 PM 2 PM അല്ലെങ്കിൽ 2008 February 2 PM ആ ക്ലോക്ക് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഹൗ മെനി മിനിറ്റ്സ് ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് ടു ദി റൈറ്റ് ടൈം വെൻ ദി ക്ലോക്ക് ഷോസ് 9 AM ഓൺ 3rd March 2008. അതായത് 2008 March 3 ആ ഒരു റോങ് ക്ലോക്ക് കാണിക്കുന്ന സമയമാണ് 9 AM എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ടൈം അല്ല, നിങ്ങൾക്കറിയാം ഒരു ലോസ് ആയ ക്ലോക്കിൻ്റെ ടൈമാണ് ആ 9 AM എന്നുള്ളത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ടൈമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര മിനിറ്റും കൂടി കൂട്ടണം എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്ലോക്കിലെ കുറച്ചൊരു അഡ്വാൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കാം, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കറിയാം ഒരു റിയൽ ക്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ റൈറ്റ് ക്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു റോങ് ക്ലോക്ക് ഉണ്ട്. നിങ്ങൾക്കറിയാം റിയൽ ക്ലോക്കിലെ 24 hours എന്ന് പറയുന്നത് റോങ് ക്ലോക്കിലെ 23 hours അതുപോലെ തന്നെ 56 minutes ആണ്. അപ്പോൾ ഞാൻ എല്ലാ ടൈമിനെയും എന്താണ് മിനിറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 24 × 60 എന്ന് ചെയ്യേണ്ടി വരും. എത്ര വരാം, 1440 × R എന്ന് ഞാൻ അത് റിയൽ മിനിറ്റ് ആണ് അല്ലെങ്കിൽ റിയൽ ക്ലോക്കിലെ മിനിറ്റ് ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ R റെപ്രസെൻ്റ് ചെയ്തത്. ഇവിടെയാണെങ്കിൽ എന്താണ് വരിക, ഏകദേശം 1440 നിന്ന് ഏകദേശം 4 മിനിറ്റ് എന്ത് ചെയ്യും, കുറയും. അതായത് 1436 അല്ലെങ്കിൽ 1436 minutes വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ റിയൽ ക്ലോക്കിൽ ഏകദേശം 1440 minutes കവർ ചെയ്യുന്ന സമയത്ത് റോങ് ക്ലോക്കിൽ ഏകദേശം 1436 minutes മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കവർ ചെയ്യുള്ളൂ. അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് 2008 February 25 2 PM നിന്ന് 2008 March 3 9 AM എത്ര മണിക്കൂറുകളുണ്ട് എന്ന് നോക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം. 2008 February 25 2008 February 25. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം, 2008 എന്ന് പറയുമ്പോൾ ഒരു ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ 29 ദിവസങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യാണ് 2008 February 25 ഏതാ സമയം കൊടുത്തിട്ടുള്ളത്, 2 PM ആണ്. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി 26 2 PM, ഫെബ്രുവരി 26 2 PM എത്തുമ്പോൾ 24 മണിക്കൂറായി. 27 2 PM എത്തുമ്പോൾ വീണ്ടും ഒരു 24 മണിക്കൂറായി. അതുപോലെ തന്നെ 28 എത്തുമ്പോൾ വീണ്ടും ഒരു 24 മണിക്കൂർ. അതുപോലെ തന്നെ 29 എത്തുമ്പോഴും വീണ്ടും ഒരു 24 മണിക്കൂറായി. ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മൾ എവിടെ എത്തി, 2008 February 29 ഉച്ചക്ക് 2 PM അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു ഡേറ്റ് എന്ന് പറയുന്നത് 2008 March 1 2 PM എന്നുള്ളതാണ്. അവിടെ എത്തുമ്പോൾ വീണ്ടും ഒരു 24 കൂടി നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ തന്നെ March 2 March 3 ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ദിവസം വരെ, അതായത് March 2 വരെ വീണ്ടും 24 ആഡ് ചെയ്യും. ഇനി വീണ്ടും ഒരു 24 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും,
മാർച്ച് 3 ഉച്ച വരെ എത്തും. പക്ഷേ ആ ടൈം വരെ നമുക്ക് വേണ്ട ആവശ്യമില്ല, നമുക്ക് രാവിലെ 9 മണി വരെ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മാർച്ച് 2 ഉച്ച വരെ അല്ലെങ്കിൽ 2 PM വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു 12 hours ആഡ് ചെയ്താൽ പിറ്റത്തെ ദിവസം അതായത് മാർച്ച് 3 പുലർച്ചെ 2 AM കിട്ടും. അവിടെ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 7 മണിക്കൂറും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 9 AM 3 March 2008 എന്നുള്ള ആ ഒരു സ്പെസിഫിക് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ടൈമിലേക്ക് നമ്മളെത്തും. അപ്പോൾ ടോട്ടൽ എത്ര ഹവേഴ്സ് ആണെന്ന് നോക്കുക. 24 ഇൻറ്റു എത്രയാണെന്ന് നോക്കുക. 1 2 3 4 5 6 24 ഇൻറ്റു 6 24 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 144. അതുപോലെ തന്നെ 12 വരുന്നുണ്ട്, പിന്നെ ഒരു 7 വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 9, അതുപോലെ തന്നെ 13 3 1 6 ഓക്കെ 163 ആണ് വരുന്നത്. അപ്പോൾ 163 ഹവേഴ്സ് നിങ്ങൾക്ക് കിട്ടി. അതായത് February 25, 2008 2 PM മുതൽ 3 March 2 AM 2008 വരെ ഏകദേശം 163 മണിക്കൂറുകൾ അല്ലെങ്കിൽ 163 ഹവേഴ്സ് നിങ്ങൾക്ക് കിട്ടി. ഈ ഒരു ടൈം റിയൽ ക്ലോക്കിലെയാണോ അല്ലെങ്കിൽ വ്രോങ് ക്ലോക്കിലെയാണോ? തീർച്ചയായിട്ടും അതെന്താണ്, വ്രോങ് ക്ലോക്കിലെയാണ്. കാരണം നിങ്ങളോട് പറയുന്നുണ്ട് ഈ ഒരു ടൈം വെൻ ദി ക്ലോക്ക് ഷോസ്, ഏത് ക്ലോക്കിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, വ്രോങ് ക്ലോക്കിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം എന്ന് പറയുന്നത് അത് വ്രോങ് ക്ലോക്കിലെ ടൈമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഹവേഴ്സിലുള്ളതിനെ ഞാൻ എന്ത് ചെയ്യാണ്, മിനിറ്റിലേക്ക് മാറ്റുകയാണ്. എത്ര എനിക്ക് ടൈം കിട്ടും, 163 ഇൻറ്റു 60 എന്നുള്ള ടൈം കിട്ടും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇത്രയും ടൈം കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ടൈമിൽ എത്ര മിനിറ്റുകൾ കടന്നു പോയിരിക്കുന്നു, 163 ഇൻറ്റു 60 അത്രയും മിനിറ്റുകൾ എന്ത് ചെയ്തു, കടന്നു പോയിരിക്കുന്നു. എന്നാൽ അതാണോ റിയൽ ടൈം? തീർച്ചയായിട്ടും അതല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് റിയൽ ടൈമിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാൽക്കുലേഷൻ നടത്തുകയാണ്. നോക്കാം, ഇവിടെ 1436 വ്രോങ് മിനിറ്റ്സ് എന്ന് പറയുന്നത് 1440 റിയൽ മിനിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 1W അതായത് ഒരു വ്രോങ് മിനിറ്റ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഈ 1436 എന്നുള്ളതിനെ എനിക്ക് ലെഫ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. എങ്ങനെ, 1440 ബൈ 1436 6 എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു വ്രോങ് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും റിയൽ മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേം അല്ലേ ടോട്ടൽ വ്രോങ് മിനിറ്റ്, അതായത് അത്രയും ദിവസങ്ങളുടെ ഇടയിലുള്ള വ്രോങ് മിനിറ്റ്സ് എന്ന് പറയുന്നത് 163 ഇൻറ്റു 60 എന്നുള്ള ടേമാണ്. അപ്പോൾ ആ ഒരു ടേമേ ഇൻറ്റു 1440 ബൈ 1436 നമ്മൾ ചെയ്യുന്നു. അതാണ് നമ്മുടെ റിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 163 ഇൻറ്റു 60 ഇൻറ്റു 1440 ബൈ 1436. ഓക്കെ, അപ്പോൾ റിയൽ ടൈം അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെക്കാം. ഇത്ര ടൈം 9 മണി എന്ന് കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കറക്റ്റ് സമയം എത്ര എന്നാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം കണക്കാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടൈം 2008 2 PM February 25 എന്നുള്ളതാണ്. അതിലേക്ക് അത്രയും ഹവേഴ്സ് അല്ലെങ്കിൽ അത്രയും മിനിറ്റ്സ് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈം എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറ്റും. പക്ഷേ അതല്ല ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് 9 AM ആണ് ഇപ്പോൾ ആ ഒരു വ്രോങ് ക്ലോക്ക് കാണിക്കുന്നത്, തെറ്റായ ക്ലോക്ക് കാണിക്കുന്നത് 9 AM അതുപോലെ തന്നെ നിങ്ങൾക്ക് റിയൽ ക്ലോക്കിൻ്റെ സമയം ഇപ്പോൾ നമുക്ക് കിട്ടി, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അവിടെ ഹവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിനിറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബാക്കി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹവേഴ്സ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയാണ് റിയൽ ടൈം എന്നുള്ളത് കിട്ടും. അപ്പോൾ ആ റിയൽ ടൈം മൈനസ് വ്രോങ് ടൈം അല്ലേ അവിടെ കൂട്ടി കൊടുക്കേണ്ട ടൈം. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് കറക്റ്റ് നോക്കുക, ഹൗ മെനി മിനിറ്റ്സ് ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് റൈറ്റ് ടൈം. ആ റൈറ്റ് ടൈം കിട്ടണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു 2 ടൈമിൻ്റെ അതായത് റിയൽ ടൈമിൻ്റെ അതുപോലെ തന്നെ വ്രോങ് ടൈമിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ മുകളിൽ എഴുതുന്നുണ്ട്. ഓക്കെ, ഡിഫറൻസ് എടുക്കുകയാണ്. 163 ഇൻറ്റു 60 ഇൻറ്റു 1440 ബൈ 1436 മൈനസ് വ്രോങ് ടൈം എത്രയാണ്, 163 ഇൻറ്റു 60. ഓക്കെ, ഇവിടെ ഈ ഒരു ടേം കോമൺ ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാണ്, ഞാൻ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുകയാണ്. 163 ഇൻറ്റു 60 ബ്രാക്കറ്റിൽ 1440 ബൈ 1436 മൈനസ് 1. ഓക്കെ, അവിടെയും ആ ഒരു ടേം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെ 1 ബാക്കിയായി. ഓക്കെ, 163 ഇൻറ്റു 6 എത്രയാണ്, 18 1 ഇവിടെ 36 37 3 ഇവിടെ 6ഉം അതുപോലെ തന്നെ 3ഉം കൂട്ടുമ്പോൾ 9. അപ്പോൾ നമുക്ക് പുറത്തുള്ള ടേമിൻ്റെ വാല്യൂ എത്ര കിട്ടി, 9780. കാരണം ഞാൻ ഇവിടെ 60 ആണ്, ഞാൻ 6 കൊണ്ട് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്ക് ജസ്റ്റ് ഒരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇൻറ്റു ഉള്ളിലുള്ള ടൈം നോക്കാം, 1440 ബൈ 1436 മൈനസ് 1 എന്നാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലുള്ളതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ സെയിം ആക്കിയിട്ട് വാല്യൂം താഴെ എഴുതാൻ വേണ്ടി പറ്റും. എസ്റ്റ് എങ്ങനെ എഴുതാം,
1436 by 1436. കാരണം 1436 by ഒരു സംഖ്യന് അതേ ടേം കൊണ്ട് ഡിനോമിനേറ്ററിൽ ഒരേ ടേം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആണെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെയും ഡിനോമിനേറ്ററിൽ 1436 ആയതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ നോർമൽ ഓപ്പറേഷൻസ് നേരിട്ട് തന്നെ നടത്താവുന്നതാണ്. ഇവിടെ എത്ര വരാം? 4 വരും. 1440 മൈനസ് 1436 വരുമ്പോൾ അവിടെ 4 വരും ബൈ 1436. ഓക്കെ, 4 ബൈ 1436 വരും. ഓക്കെ, 4നെയും അതുപോലെ തന്നെ 1436ഉം നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നോക്കുക, 1436 ഡിവൈഡ് ബൈ 4, ഇവിടെ 3 ആണ് വരിക. 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 12 വരും. 12 ബാക്കി 2 വന്നു, 3 വന്നു. ഓക്കെ, 5 വരും. 5 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 20 ആണ്. 20 ബാക്കി 3 വന്നു, 6 വന്നു. ഇവിടെ 6ൽ 4 9 ആണ്. അപ്പോൾ 359 നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. റിമൈൻഡർ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഈക്വൽ ടു ഇൻറ്റു 1 by 359 is equal to 9780 by 359. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. 9780 by 359 ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ശരിക്കും ചെയ്തത്? ഇവിടെ ഒരു ലോസ് റിലേറ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഒരു കുറച്ചധികം ടൈം പീരീഡ്, അതായത് ഏകദേശം ഒരു 163 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു സമയമാണ് നമുക്ക് തന്നത്. നമുക്ക് തന്നതാകട്ടെ വ്രോങ് ക്ലോക്കിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്കറിയാം വ്രോങ് ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ലോസ് ചെയ്യുന്ന ക്ലോക്കാണ്. ഗെയിനിങ്ങും അതുപോലെ തന്നെ ലോസിങ്ങും മെയിനായിട്ട് കൺസെപ്റ്റുകൾ വരാറുള്ളത്. ഇവിടെ അത് ലോസിങ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം, അതായത് 24 ഹവേഴ്സിൽ ആ ഒരു ക്ലോക്ക് ഏകദേശം 4 മിനിറ്റാണ് ലോസ് ചെയ്യുന്നത്. അതായത് റിയൽ ക്ലോക്കിൽ ഏകദേശം 1440 മിനിറ്റ്സ് പിന്നിടുമ്പോൾ നമ്മുടെ വ്രോങ് ക്ലോക്കിൽ 1436 മിനിറ്റ്സ് മാത്രമേ പിന്നിടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിയത്. അങ്ങനെയാണെങ്കിൽ ഒരു വ്രോങ് ക്ലോക്ക് മിനിറ്റ് എന്ന് പറയുന്നത് എത്ര റിയൽ ക്ലോക്ക് മിനിറ്റിന് തുല്യമാണ് എന്നുള്ള ആ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസറിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എത്തി. കുറച്ചധികം കാൽക്കുലേഷൻ കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൺസെപ്റ്റ് എന്താണ്? ജസ്റ്റ് ആ ഒരു ലോസിങ്ങിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യന് പറഞ്ഞ കാര്യം, ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്തല്ല ചോദിച്ചിട്ടുള്ളത്? അപ്പോഴത്തെ റിയൽ ടൈം അല്ല ചോദിച്ചിട്ടുള്ളത്, എത്ര മിനിറ്റും കൂടി റിയൽ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അവിടെ ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിയും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ആയി. നോക്കുക, എക്സ് വാസ് ബോൺ ഓൺ March 6, 2014. March 6, 2014. ദി സെയിം ഇയർ, അതായത് ഏതാണ് ഇയർ? 2014 അല്ലെങ്കിൽ 2014. ദ ഇൻഡിപെൻഡൻസ് ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൺ ഫ്രൈഡേ. അപ്പോൾ ഓഗസ്റ്റ് 15 ആ ഒരു ഇയറിൽ ഫ്രൈഡേ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ജനിച്ചത് അല്ലെങ്കിൽ എക്സ് ബോൺ ഇൻ വിച്ച് ഡേ, അതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഓഡ് ഡേയ്സിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതായത് March 6, 2014 മുതൽ August 15, 2014 വരെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നിക്കെ ഫസ്റ്റ് ഡേറ്റ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഡേറ്റ് കൺസിഡർ ചെയ്യാം. രണ്ടും കൂടി എന്ത് ചെയ്യരുത്? കൺസിഡർ ചെയ്യരുത്. രണ്ടും ഒഴിവാക്കും ചെയ്യരുത്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യണം ഓഡ് ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ March 6 എന്നുള്ള ഡേറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, അത് ഇഗ്നോർ ചെയ്യാണ്. ഞാൻ ലാസ്റ്റ് ഡേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. March 6 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 31 ദിവസങ്ങളാണുള്ളത്. അതിൽ 6 ദിവസം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 25 ദിവസങ്ങളുണ്ട്. ആ 25ൽ 7ൻ്റെ മൾട്ടിപ്പിൾസ് പോകുമ്പോൾ 21 വരെ പോകും. ബാക്കി ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 4 ആണ്. മാർച്ചിൽ 4, അടുത്തൊരു മാസം ഏപ്രിലാണ്, ഏപ്രിലിൽ 2, അടുത്തത് മെയ്യിൽ 3, ജൂണിൽ 2, ജൂലൈയിൽ 3,
ഓഗസ്റ്റിൽ 15th വരെയാണ്. അപ്പോൾ 14th വരെ 7 മൾട്ടിപ്ലൈ പോകും. അപ്പോൾ ബാക്കി 1. അപ്പോൾ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് നോക്കുക? 4, 6, 9, 11, 14, 15 ഓഡ് ഡേയ്സ് ആണുള്ളത്. 15 ഓഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ 14 വരെ 7 മൾട്ടിപ്പിൾസ് ആയി പോകും. ബാക്കിയുള്ളത് ഒരൊറ്റ ഓഡ് ഡേ മാത്രമാണ്. ഓക്കെ, 1 ഓഡ് ഡേ. ഓക്കെ, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 ഓഡ് ഡേ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ സാധാരണ ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ഡേറ്റ് തരും, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂട്ടുകയാണ് ചെയ്യാറ്. ഇവിടെ നമുക്ക് രണ്ടാമത് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് തന്നിട്ടുള്ളത്, ഫസ്റ്റത്തെ ഡേറ്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടി? ആ ഒരു ഓഡ് ഡേ കുറക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് ഫ്രൈഡേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് ഒരു ഡേറ്റ് കുറക്കണം. കാരണം അതിൻ്റെ ബാക്കിലാണ്, അല്ലെങ്കിൽ ഓഗസ്റ്റ് 15ന്റെ മുമ്പാണ് മാർച്ച് 6 വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡേറ്റ് കുറക്കണം, അതായത് തേഴ്സ്ഡേ ആയിരിക്കും ഇവിടെ ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ നിന്ന് കലണ്ടർ അതുപോലെ തന്നെ ക്ലോക്ക് എന്നുള്ള ടോപ്പിക്കിൽ വന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.